അത് 4 പാർട്ടായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒന്ന് മെയ്ത്താരി, ഒന്ന് കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ. ആദ്യം തന്നെ പഠിപ്പിക്കാൻ മെയ്ത്താരി. നമ്മൾ ഇപ്പം കളിച്ചില്ലേ, ശരീരം കൊണ്ട് പാമ്പും കാര്യങ്ങൾ, പിന്നെ മെയ്പ്പായിട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അവർ കളിച്ചത്. പിന്നെ വെട്ടും ചോണ് പോലുള്ള കാര്യങ്ങൾ, അതെല്ലാം മെയ്ത്താരിയിൽ വരുന്നു. അതിൽ കുറച്ച് കളിച്ചു കഴിഞ്ഞാലാണ് കോൽത്താരി പഠിപ്പിക്കുക. കോൽത്താരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുത്ത് ചെറുപടി, അതുപോലെ ചൂരൽ കൊണ്ടുള്ള ഫൈറ്റിങ്, ചൂരൽ വീശുക, അതെല്ലാം കോൽത്താരിയിൽ വരുന്ന തേർഡ് സ്റ്റേജ് എന്ന് പറയും. സെക്കൻഡ് സ്റ്റേജ് സ്റ്റിക്ക് ഫൈറ്റ്, സ്റ്റിക്കിലുള്ള കോൽത്താരി, സ്റ്റിക്കിലുള്ള അതിൽ ഒറ്റ ഫൈറ്റ്, അതെല്ലാം അതിൽ വരുന്ന കാര്യം. ഒരു ആനക്കൊമ്പ് പോലത്തെ ഒരു ആയുധമുണ്ട്, ആനക്കൊണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് അങ്കത്താരി. അങ്കത്താരി എന്ന് പറയുന്നത് ആദ്യം മറ പിടിച്ച കടാരി എടുത്തിട്ട് ഒരു വാളെടുക്കുക, ഒരു കോൽത്താരിയിൽ കുറച്ച് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞവരാണ് ആദ്യം ഇങ്ങനെയുള്ളതാണ്. ഇത് കടാരാണ്, ഇത് മറയുള്ളത് കൊണ്ട് മറ പിടിച്ച് കടാരാണ്. ഇത് കൊണ്ടുള്ള ഫൈറ്റിങ്സ് ഫസ്റ്റ് പഠിപ്പിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാള് കൊണ്ടുള്ള ഫൈറ്റിംഗ് പഠിപ്പിക്കും. പരിച, പിന്നെ അതിനുശേഷം ഉറുമി, അതുപോലെ കുന്തത്തിന്റെ ഇങ്ങനെയുള്ള ഫൈറ്റിംഗ് ആണ് തേർഡ് സ്റ്റേജ്. അതിനുശേഷം ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ പറയാ, വെറുങ്കൈ പ്രയോഗങ്ങൾ എന്ന് പറയും. ഒരാൾ അടിക്കാൻ വരുമ്പോൾ തിരിച്ച് ചെയ്യുന്ന പ്രയോഗങ്ങൾ. തടുക്കാനല്ല, തടുക്കാനും അടിക്കാനും. അതിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി മർമ്മ പ്രയോഗങ്ങൾ എന്ന് പറയും. മനുഷ്യ ശരീരത്തിൽ 107 മർമ്മങ്ങൾ ഉണ്ടെന്നാണ് പറയാ. തമിഴ് സ്റ്റൈൽ അനുസരിച്ചിട്ട് 108ഉം നമ്മളെ മലബാർ സ്റ്റൈൽ, കേരള സ്റ്റൈൽ അനുസരിച്ചിട്ട് 107 എന്നാണ് പറയാം. ആ സ്ഥാനങ്ങളിലേക്കുള്ള പ്രയോഗങ്ങൾ, ആ പ്രയോഗം ഏറ്റാലുള്ള ആ മർമ്മസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രാണൻ ഓടുന്നതിന്റെ തങ്ങുന്ന സ്ഥാനങ്ങൾ എന്ന് പറയും. ആ സ്ഥാനങ്ങളിൽ ഇത് ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് ഓരോ രക്തം തുപ്പി, നാക്ക് ധരിപ്പൻ, ചിറികോടൻ, അങ്ങനെയുള്ള ഓരോ പേരുകളുണ്ട്. അന്നേരം ചില സ്ഥാനങ്ങളിൽ കിട്ടിയാൽ ചോര തുപ്പും പോയത്, അതിന് രക്തം തുപ്പി എന്ന് പറയും. അന്നേരം അതിലേക്കുള്ള പ്രയോഗങ്ങളുണ്ട്. അന്നേരം ആ ബോധമില്ലാണ്ടാവും, ചോര വായിന്ന് വരും, അങ്ങനെയുള്ള പല ലക്ഷണം. അതിനുള്ള മറുകൈയുണ്ട്. ചില സ്ഥാനങ്ങളിൽ തട്ടിയിട്ട് അതിനെ ശരിയാക്കുന്നതോടൊപ്പം ഔഷധങ്ങൾ, മരുന്നുകൾ കൊടുക്കുക, ഇത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് മരിക്കുന്നു നിർബന്ധിച്ച് കറക്റ്റായിട്ട് പറയാൻ പറ്റും. 41 ദിവസം കൊണ്ട് മരിക്കുന്നുണ്ട്, 1 വർഷം കൊണ്ട് മരിക്കുന്നുണ്ട്. ചില സ്ഥാനങ്ങൾ കിട്ടിയാൽ ചെറുങ്ങനെയായിട്ട് പ്രാണന്റെ ക്ഷയം സംഭവിച്ചു കൊടുക്കും. അങ്ങനെയാണ്. അതാണ് ഫോർത്ത് സ്റ്റേജ്. അതാണ് മെയിനായിട്ടുള്ള കളരികളിലും പഠിപ്പിക്കുന്ന ഈ 4 സ്റ്റേജുകളാണ്. പിന്നെ അതിനുശേഷം പിന്നെ കുറെ താന്ത്രികമായിട്ടും യോഗപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. ഉഴിച്ചൽ ചികിത്സ, അതൊക്കെ പഠിപ്പിക്കുന്ന ചൂണ്ടുമർമ്മം, അങ്ങനെയൊക്കെ പറയില്ലേ. അതിലൂടെ എത്തിച്ചേരുന്ന ഒരു സിദ്ധിക്കാണ് ചൂണ്ടുമർമ്മം എന്നല്ല പറയുന്നത്. അത് സാധാരണ ഇപ്പൊ യോഗയിലൂടെ മെഡിറ്റേഷനിലെല്ലാം എത്തിപ്പോരുന്നത്. അതേപോലെ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള ധ്യാനങ്ങൾ, മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പലതരത്തിലുള്ള ധ്യാനങ്ങളിലൂടെ ആ ശക്തി നമ്മൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് പ്രാക്ടീസ്. അങ്ങനെയാണ് അതിന്റെ ലാസ്റ്റ് സ്റ്റേജ്. അതാണ് കളരിപ്പയറിന്റെ ഒരു കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ഇതിപ്പോ ഇവരിപ്പോ